ഫിഷ് എന്ന പേരുണ്ടെങ്കിലും ഇത് യഥാർത്ഥത്തിൽ മീനല്ല. കൊരലുകളും സീ ആനിമോണുകളും പോലുള്ള പ്രാചീന ജീവിവർഗത്തിൽപ്പെട്ടതാണിത്. മസ്തിഷ്കമില്ല, ഹൃദയമില്ല. എന്നാലും ജീവിക്കാൻ വേണ്ട എല്ലാ സംവിധാനങ്ങളും ഇവയ്ക്ക് സ്വാഭാവികമായി ലഭിച്ചിട്ടുണ്ട്. ഒരു കേന്ദ്ര മസ്തിഷ്കമില്ലെങ്കിലും നെർവ് നെറ്റ് എന്ന ലളിതമായ നാഡീവ്യവസ്ഥയിലൂടെ ചുറ്റുപാടുകൾ തിരിച്ചറിയാനും പ്രതികരിക്കാനും ഇവക്ക് കഴിയും. ജെല്ലിഫിഷിന്റെ ശരീരത്തിന്റെ ഏകദേശം 95% വെള്ളമാണ്. അതുകൊണ്ടുതന്നെ അതിന്റെ ശരീരം സുതാര്യവും മൃദുവുമായ ഒരു ജെല്ലി പോലെയാണ്. കടലിന്റെ തിരകളോടൊപ്പം ഒഴുകി സഞ്ചരിക്കുന്ന ഇവ സ്വയം ശക്തമായി നീന്തുന്നില്ല. പ്രകൃതിയുടെ ഒഴുക്കുകളാണ് ഇവയുടെ യാത്ര. എന്നാൽ ഈ സുന്ദരമായ ജീവിക്ക് ഒരു രഹസ്യ ആയുധമുണ്ട്. അതിന്റെ നീണ്ട ടെണ്ടക്കിളുകളിൽ ഒളിഞ്ഞിരിക്കുന്നത് നെമാറ്റോസിസ്റ്റ് എന്ന വിഷമുള്ള സൂക്ഷ്മകോശങ്ങൾ. ഒരു സ്പർശം മതിയാകും, അത് ഇരകളെ മിന്നൽ വേഗത്തിൽ പിടിക്കും. ചെറിയ മത്സ്യങ്ങൾ, പ്ലാങ്ക്ടനുകൾ ഇവയാണ് ഇവയുടെ പ്രധാന ഭക്ഷണം. ചില ജെല്ലിഫിഷുകൾ ഇരുട്ടിൽ തന്നെ പ്രകാശിക്കും. നീലയും പച്ചയും നിറങ്ങളിലുള്ള ആ പ്രകാശം കടലിന്റെ ആഴങ്ങളിൽ ഒരു സ്വപ്നദൃശ്യമായി മാറും. ഇത് ബയോലൂമിനസെൻസ് എന്ന ശാസ്ത്രീയ അത്ഭുതം. പക്ഷേ ഈ സൗന്ദര്യത്തിന് പിന്നിൽ അപകടവുമുണ്ട്. ബോക്സ് ജെല്ലിഫിഷ് പോലുള്ള ചില ജീവികൾ ലോകത്തിലെ ഏറ്റവും വിഷമുള്ളവയിലൊന്നാണ്. അവയുടെ കുത്ത് മനുഷ്യർക്ക് വളരെ അപകടകരമായിരിക്കും. എന്നാൽ എല്ലാ ജെല്ലിഫിഷുകളും അപകടകരമല്ല. മൂൺ ജെല്ലിഫിഷ് പോലുള്ളവ മനുഷ്യർക്കു ഹാനികരമല്ല. അത്ഭുതകരമായ മറ്റൊരു കാര്യം, ചില ജെല്ലിഫിഷുകൾക്ക് അമരത്വം പോലുള്ള കഴിവുണ്ട്. ടുരിറ്റോപ്സിസ് ഡോർണി എന്ന ഇനം വളർന്ന ശേഷം വീണ്ടും ചെറുപ്രായത്തിലേക്ക് മാറാൻ കഴിയും. സൗന്ദര്യവും അപകടവും ചേർന്ന പ്രകൃതിയുടെ ഒരു അതുല്യ സൃഷ്ടി.